ക്യാൻസ് ഏകദേശം 1200 പോയിൻ്റിനടുത്ത് മൂവ് ചെയ്തിരിക്കുകയാണ്. ട്രംപിൻ്റെ ചെറിയൊരു സ്പീച്ചിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു അഭിമുഖത്തിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് ഫോൾ ആയിരിക്കുന്നത്. ഗോൾഡിൽ അതുപോലെ തന്നെ ആ ഒരു ഫോള് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലായാലും അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്സിലെല്ലാം ഈ ഒരു ട്രംപിൻ്റെ സ്പീച്ച് എന്തായാലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്കാണ് ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് കേൾക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്ലാനൊക്കെ ക്രിപ്റ്റോയിൽ വർക്കായോ അതോ നമുക്ക് SL ആണോ TP ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നത് മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡൗൺ ട്രെൻഡിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് നമ്മൾ 59,500 വരെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വീക്ക് ടൈമിലേക്കൊക്കെ ഒരു 59,500 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകും എന്നൊരു വ്യൂ ആണ് ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. നമുക്ക് ഇന്നലെ ട്രേഡ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു ക്രിപ്റ്റോയിൽ. നമ്മൾ SL വളരെ ടൈറ്റ് ചെയ്ത് ഏകദേശം ഒരു 400 പോയിന്റിലേക്ക് SLനെ വളരെ ടൈറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രേഡ്സാണ് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത്. ഏകദേശം 1:4.5 ടാർഗറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. എക്സാക്റ്റ് നമുക്ക് ആ ഒരു എൻട്രി തന്നു. നമ്മുടെ മാർക്കറ്റ് SL അടുപ്പിച്ചതിന് ശേഷം നമ്മുടെ ട്രേഡ്സ് മാർക്കറ്റ് SL അടുപ്പിച്ചതിന് ശേഷം നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുകയാണ്. 4 hour സപ്ലൈ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു 4 hour OBയിലാണ്. ആ 4 hour OBയിൽ നിന്ന് മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത് 1 hour ഡിമാൻഡിലേക്കായിരുന്നു. എക്സാക്റ്റ് മാർക്കറ്റ് 1 hour ഡിമാൻഡ് വന്ന് ടാപ്പ് ചെയ്തു. ഇനി ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം താഴത്തെ ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇന്നലത്തെ ട്രേഡ്സ് ഓൾറെഡി SL സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഈ ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഒരു 1 hourൻ്റെ ക്യാൻസ് ഏകദേശം 1200 പോയിൻ്റിനടുത്ത് മൂവ് ചെയ്തിരിക്കുകയാണ്. ട്രംപിൻ്റെ ചെറിയൊരു സ്പീച്ചിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു അഭിമുഖത്തിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് ഫോൾ ആയിരിക്കുന്നത്. ഗോൾഡിൽ അതുപോലെ തന്നെ ആ ഒരു ഫോള് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലായാലും അതുപോലെ തന്നെ മറ്റ് സ്റ്റോക്സിലെല്ലാം ഈ ഒരു ട്രംപിൻ്റെ സ്പീച്ച് എന്തായാലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്കാണ് ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു ഫോൾ ഓൾറെഡി ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമുക്ക് SL ആയിരിക്കുകയാണ്. ഈ മാസം നമുക്ക് കാര്യമായിട്ടുള്ള ട്രേഡ്സുകളൊന്നും കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഏകദേശം 8-ാം തീയതിയാണ്. ഇന്ന് 8-ാം തീയതിയാണ്. ഈ 8-ാം തീയതിക്കകത്ത് നമ്മൾ 4 ട്രേഡ്സാണ് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത്. നമുക്ക് വിന്നിങ് ട്രേഡ്സ് ഒന്നും ഓൾറെഡി കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാം, നമുക്കൊരു മാസം ഏകദേശം ഒരു 16-15 എൻട്രീസാണ് കിട്ടാറുള്ളത്. അതിലൊരു 4-5 ട്രേഡ്സൊക്കെ ഓൾറെഡി SL സംഭവിക്കാറുള്ളതാണ്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. എക്സാക്റ്റ് നല്ലൊരു ട്രേഡ്സിന് വേണ്ടി ഓൾറെഡി നമ്മൾ വെയിറ്റിങ്ങിലാണ്. മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. കുറച്ച് ദിവസമായിട്ട് തന്നെ മാർക്കറ്റ് എക്സാക്റ്റ് നമുക്കൊരു വ്യൂ തരാതെയാണ് മാർക്കറ്റ് കൺസോളിഡേഷൻ ഫേസ് എന്ന പോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ ഡേ ടൈം ഫ്രെയിം നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു അഗ്രസീവ്നെസ് ബുള്ളിഷും ഇല്ല, ഒരു അഗ്രസീവ്നെസ് ബെയറിഷും മാർക്കറ്റ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമ്മളൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. മാർക്കറ്റ് എക്സാക്റ്റ് ഈ ഒരു സോണോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ആവും. 1 hour ഡിമാൻഡ് സോണോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ആവും. അതിനുശേഷം നമുക്ക് ബെയറിഷിലേക്ക് നല്ല ട്രേഡ്സിൽ കിട്ടും എന്നാണ് ഓൾറെഡി പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ ഈ ഒരു ട്രേഡ്സിലും നമ്മൾ ചെറിയ SL അടിച്ചുകൊണ്ട് തന്നെ ഇനി വെൽ പ്ലാൻ ചെയ്തുള്ള ഒരു ട്രേഡ്സാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോൺ ഇതൊരു ഡിമാൻഡ് സോണാണ്. ഈ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ താഴത്തേക്ക് അറ്റ് എ ടൈമിൽ എത്തേറിയത്തിലും അതുപോലെ തന്നെ ബിറ്റ്കോയിനിലും സൊലാനയിലും ട്രേഡ്സ് എടുക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് 2-3 ട്രേഡ്സ് SL ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈമിൽ ഒരു 3 വിന്നിങ് ട്രേഡ്സ് എടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു ട്രേഡ്സിനുള്ളിൽ നിലവിൽ നമുക്ക് ഉണ്ടാക്കുന്ന നഷ്ടം നികത്താം എന്നാണ് കരുതുന്നത്. അതിനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് അടുത്ത പുൾ ബാക്കിനൊരു വെയിറ്റിംഗ് ആണ്. ഞങ്ങളെടുക്കുന്ന എൻട്രി ഓൾറെഡി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ പ്രീമിയം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇനി അതിൽ ജോയിൻ ചെയ്യാത്തവർക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കാം. നല്ലൊരു എൻട്രി പോയിൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ആ എൻട്രി കിട്ടുമോ എന്ന് നോക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.